സോ ഹാപ്പി ആൻഡ് പ്രൗഡ് മൊമെന്റ്. നമ്മൾ ഈ കാണുന്ന സാധനം ഫൈനലൈസ് ആക്കി. അപ്പൊ നമുക്ക് ഇതിനി നേരെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ യെറ്റ് അനദർ വീഡിയോ ഓഫ് റിന്റു ഭാഗ്യ വ്ലോഗ്സ്. സോ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ അമ്മയുടെ റിട്ടയർമെന്റ്. അമ്മേന്റെ കാനറ ബാങ്കില് 35 വർഷത്തെ സർവീസിന് ശേഷം അമ്മ റിട്ടയർഡ് ആവാം. നമ്മൾ നല്ലൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ കാണാം സർപ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടുന്ന് ആൾക്കാര് കൊണ്ടാക്കുന്നൊരു വൈകിട്ട് 5 മണി 5:30 ആകുമ്പോ ബാങ്കിലെ ആൾക്കാരായിട്ട് അമ്മ നമ്മളെല്ലാരും അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ചിട്ട് ചെറിയൊരു ഫുഡൊക്കെ കൊടുക്കുന്ന പരിപാടി. പിന്നെ നാളെ പാർട്ടി ഉണ്ടാവും, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ലോഗാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, വീട്ടിലേക്ക് ഒന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി അച്ഛനും അമ്മയും വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ബാക്കി പോകുന്ന വഴിക്ക് അച്ഛനും അമ്മയും ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് നമ്മള് റബ്ബിനെ എടുത്തിട്ടാ പോയത്. നമ്മളിതാ വീട്ടിലേക്ക് ഭാഗ്യന്റെ വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അച്ഛനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്യാണ്. ഭരത്തില്ല പറഞ്ഞു വേറെ എന്തൊക്കെ പരിപാടി. അപ്പോ നമ്മളെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോഫയും പിന്നെ എന്തോ ചെയറോ എന്തോ മേടിക്കേണ്ടതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ നമ്മളോട് ആദ്യം എടുത്തോളാൻ പറഞ്ഞ, പിന്നെ അവസാനം മേടിച്ച് അമ്മയ്ക്ക് നമ്മൾ ഇനി എന്തെങ്കിലും മേടിച്ചിട്ട് അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇതാണ് മേടിച്ച് വെറുതെ എന്തിനാ. അപ്പൊ പിന്നെ അമ്മേനെയും കൂട്ടി പോണം. അമ്മയ്ക്ക് അവിടെ ഫസ്റ്റ് ബാങ്കിൽ പോണം, എന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടൊക്കെ വേണം വരാൻ. അപ്പൊ പഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ആളെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ നേരെ പോകാം. തുടങ്ങി നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഗൈസ്, കാരണം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താ അത് എടുക്കുള്ളൂ. നമുക്ക് ഏതായാലും നോക്കാം. ലാസ്റ്റ് ഫൈനലൈസ് ആകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്ന സാധനം ഫൈനലൈസ് ആക്കി. അപ്പൊ നമുക്ക് ഇതിനി നേരെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതും കൂടെ ഒരു കോംബോ ആയിട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇത് വീട്ടിലേക്ക്, പിന്നെ അച്ഛനൊരു ഓഫീസ് ചെയർ കൊടുത്തിട്ടുണ്ട്, അത് മേലെയാണ്, അവിടെ നല്ല ചൂടാണ്. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം. ഇവിടുന്ന് ഒരു ലൈറ്റ് മേടിക്കാനുണ്ട്. ആ ലൈറ്റും കൂടെ മേടിച്ചാൽ സെറ്റ്. പിന്നെ വീട്ടിൽ ഫുഡിൻ്റെ സാധനമൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻറ്റിൻ്റെ ആൾക്കാർ. അപ്പം അതൊക്കെ സെറ്റ്. ഭാഗ്യം അവിടെ ഇതേ നിൽക്കുന്നു. ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. ഈ ഒരു കടയാണ് നമ്മളെടുത്തത്. നമ്മളത് കാറിൽ അച്ഛനും അമ്മയും കാറിലാണ് വന്നത്. 2 കാറൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് ജ്യൂസ് കുടിച്ചിട്ട് വരാം. ഇനി എന്താ പറഞ്ഞത് നമുക്ക് കുടിച്ചിട്ട് വരാം. അച്ഛനും അമ്മയും നോർമൽ നമ്മുടെ കരിക്കിൻ ഷേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, മധുരമില്ലാതെ. നമ്മൾ രണ്ടുപേരാണെങ്കിൽ മാംഗോ പൾപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമില്ലേ ഇളനീർ ഷേക്കിൻ്റെ കൂടെ. അങ്ങനെ നമ്മളെല്ലാവരും കുടിച്ചു. നല്ല ചൂടുള്ള സമയമായിരുന്നു. ഇന്നത്തെ രീതിയിൽ നമ്മൾ ജ്യൂസ് കുടിച്ചു. നമ്മളവിടുന്ന് സോഫ മേടിച്ചു, അച്ഛനൊരു ഓഫീസ് ചെയർ മേടിച്ചു. പിന്നെ അപ്പത്തേക്ക് ചൂടത്ത് ചത്ത് ദാഹൊക്കെ വന്നപ്പോ നമ്മളിതാ ഇളനീർ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ ഭരത്തിനും പിന്നെ 2 ഗസ്റ്റ് വരുന്നുണ്ട്. അവർക്ക് ഫംഗ്ഷന് വരാൻ പറ്റാത്തോണ്ട് അവർക്കുള്ള ജ്യൂസും മേടിച്ചിട്ടുണ്ട്. നമ്മള് അച്ഛനും അമ്മയും ഇതേ ഫ്രണ്ടില് പോകുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ 2 കാർ എടുത്തിട്ടുണ്ട്. നമ്മള് ലേറ്റ് ആയതുകൊണ്ട് അതെ, അവര് നേരത്തെ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ പോരായിരുന്നു നമുക്ക്. അപ്പൊ അതെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. വീട്ടിലിപ്പോ മറ്റേ ഇതിന്റെ എന്താ പറയാ ഫുഡിന്റെ ആൾക്കാരും അതുപോലെ തന്നെ ഈ പന്തലിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒക്കെ സെറ്റാക്കി അറേഞ്ച് ചെയ്യാൻ ഭരത്ത് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. ലൈറ്റിന്റെ കാര്യം നമ്മൾ മറന്നുപോയി. ഇപ്പൊ നോക്കാം സെറ്റാക്കാൻ പറ്റും. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ബാങ്കിലേക്ക് പോകാന്. ബാക്കി പരിപാടികളൊക്കെ വീട്ടിലെത്തിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ദേ ഒരു ബേക്കറി നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കുന്നത്. കാറ് പെട്ടെന്ന് നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞിട്ട് അതിന് കരയാൻ വന്നതാണ് അമ്മ. നിങ്ങളിങ്ങനെ വണ്ടി നിർത്തിയാൽ അവർക്ക് എന്തേ പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്
ആരോട് പിന്നെ ഭാഗ്യമുണ്ട് ചട്ടി മേടിക്കുന്നില്ല ചോദിച്ചു, ചെടിച്ചട്ടി മേടിക്കണം പറഞ്ഞിട്ട് ആര് അതിനൊന്നും റെസ്പോൺസ് ഇല്ല. അമ്മേന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത ആൾക്കാരാണ് ഇവര് രണ്ടുപേരും. ഫംഗ്ഷന് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഗസ്റ്റിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഞാവൽപ്പഴം നിന്നതാണ്. ഇപ്പൊ സോഫ വരും ഗൈസ്. അതിനുള്ള മയില് ഗൈസ്, സോളാർ പാനലിന്റെ ഇവിടെ മയില് 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 ഒന്ന് പോയി പോയി പോയി. അയ്യോ അതാണ് പെണ്ണ, അത് പെണ്ണാണ്. പോയി പോയി അപ്പുറത്തേക്ക് ഇറങ്ങി. സോഫ വന്നിരിക്കുകയാണ്. മയൂരി ഇതെന്നാണ് നമ്മൾ സോഫ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് എത്തിക്കാം. ഈ രണ്ട് സാധനം പുറത്താക്കി ഇതിൻ്റെ അകത്ത് കയറ്റണം. ഇത് പിന്നെ പഴയ ചെയറാണ്, നമ്മൾ റീപ്ലേസ് ചെയ്തത്. ബാഗിയോടെ സെറ്റായി ഈ സ്പേസിലേക്ക് അത് സെറ്റാക്കണം. ഇങ്ങനെ സോഫയൊക്കെ സെറ്റാക്കിയതിന് ശേഷം നസീറിന്റെ അടൂർബാസിന്റെ ഏതൊരു പഴയ സിനിമ ടി വിയിൽ കണ്ടോണ്ടിരുന്നു. നമ്മള് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഫുഡ് കഴിക്കുന്ന എടുക്കാൻ പറ്റും. ഫുഡ് കഴിച്ചപ്പോ അതിന്റെ ഇടയിൽ കൂടെ സോളാറിന്റെ ആൾക്കാർ ഭയങ്കര ജഗലായിരുന്നു. പിന്നെന്താ അത് സെറ്റ് കാറ്ററിംഗിന്റെ ബോയ്സ് മേലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒതുക്കി വെച്ചതാണ് ഓൾറെഡി. എല്ലാരും ഇങ്ങനെ കേറി വന്നോണ്ടേ നമ്മൾ ജസ്റ്റ് ഒതുക്കി വെച്ചത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ല. പോയി കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോ നമ്മൾ ഒരുമിച്ചാവും പോവാ, അല്ലെങ്കിൽ അമ്മ ആദ്യം പോയിട്ട് പിന്നെ നമ്മൾ ഒന്നുകൂടെ പോവാ. അങ്ങനെ എന്നിട്ട് എല്ലാരും കൂടെ തിരിച്ചിങ്ങനെ ഈ ബാങ്കിലത്തെ പരിപാടിയും പിന്നെ ഇവിടുത്തെ ഫുഡ് കൊടുക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഏതായാലും പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മണവാട്ടി ഒരിക്കൽ അമ്മേനെ നമ്മൾ ഒരുക്കാൻ പോവാണ്. അങ്ങനെ വലിയ ഒരുക്കലൊന്നും ഇല്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരുങ്ങാൻ ഇഷ്ടമൊന്നുമല്ല. അതായത് നമ്മളെ വരിങ്ങനെ ലിപ്സ്റ്റിക്ക് അത് അങ്ങനത്തെ ഒന്നും മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യേ ഇല്ല. അതോടെ എനിക്ക് കുറച്ച് പണി മാത്രമേ ഉണ്ടാവുള്ളൂ ഗൈസ്. Come on, my girl. മണവാട്ടി ഒരുങ്ങിയ ഞാനാണ് ഒരുക്കിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റ്. അയ്യടാ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല, മേക്കപ്പ് വർക്കുകൾക്കായി ബന്ധപ്പെടുക. എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. ഞാൻ കൊടുത്ത സാരി കേട്ടോ. എങ്ങനെയുണ്ട്? ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ള കക്ഷിയാണ്. ഞാൻ ഒരുക്കി എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? യെസ്, ഗുഡ് ജോബ്. യെസ്, താങ്ക് യു. ഒരു നല്ല ഫോട്ടോ. അതിലേറെ സുന്ദരി കണ്ടോ ഭാര്യയെ നോക്കുന്ന ഭർത്താവ്. അതെ, കണ്ണിൽ കുളിർമയേകുന്ന കാഴ്ച. ഏതാ സോപ്പ്? ഈച്ചനെ ട്രാപ്പ് ചെയ്ത് ഒക്കെ ഭരത്തിന്റെ ബുദ്ധിയാണ്. എന്താണ് 1 2 3 4 5 6 7 8 9 10 11 13 ഈച്ച 14 ഈച്ച. സെറ്റ്, ഗുഡ് ജോബ്. അങ്ങനെ അമ്മേന്റെ ഒരുക്കം കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭാഗ്യ സാരി പ്ലേറ്റ് ഇടൽ മുതല് മേക്കപ്പ് വരെ ചെയ്തു കൊടുക്കും. ഫോർ മോർ വർക്ക്സ് കോണ്ടാക്ട് റിംഗ് ടു ഭാഗ്യ വ്ളോഗ്സ്. ഫോർ ഫാമിലീസ് ഓൺലി. അങ്ങനെ ഭാഗ്യ അമ്മേനെ ഒരുക്കി കൊടുത്തു. നമ്മള് എല്ലാരും കൂടെ അമ്മനെ യാത്രയാക്കി. അച്ഛനും അമ്മയും കൂടെ കാറിൽ കയറിയിട്ട് നേരത്തെ എത്തി. അവിടെ അവർക്ക് കുറച്ച് ചടങ്ങുകൾ പരിപാടികളൊക്കെ ഉണ്ട്. മീൻസ് ക്ലോസിങ്, അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ യാത്ര പരിപാടി. അപ്പൊ അവർ രണ്ടുപേരും നേരത്തെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഡ്രസ് മാറി സുന്ദരനായിട്ടുണ്ട്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. അപ്പൊ നമ്മളിനി ഇവിടേക്ക് ഇവളുടെ 1-2 കസിൻസ് കൂടെ വരാനുണ്ട്. അപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ നമ്മള് അവിടുത്തെ ബാങ്കത്തെ ഓക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോകും. ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ ആരെയും നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് ബാങ്കിലേക്ക് പോകണം. എന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ എല്ലാവരും കൂടെ. ഫുള്ള് നല്ല ചൂടും സീന അങ്ങനത്തെ ടാസ്ക്. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങും കുറച്ച് കഴിഞ്ഞാല്. പിന്നെ ബാക്കി വരാനുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും ഇനി ഭരത്തും കൂടെ റെഡി ആവാനുണ്ട്. അവര് വന്നിട്ട് സെറ്റ് ആക്കാന്നാണ്. അത്രേ ഉള്ളൂ. പിന്നെ ചെയർ കാണിച്ചു തരാം മേടിച്ച. ഇതാണ് നമ്മള് ഓഫീസിലേക്ക് മേടിച്ച ചെയർ. ഇരിക്കാൻ ഹെഡ് റെസ്റ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ട്. റിക്ലൈനർ ചെയർ, അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ചെയറുണ്ട്.
ഇനി അച്ഛനെ ഇവിടെ ഇരുന്നിട്ട് കക്ഷികളോട് സംവദിക്കാം. നല്ല ചേരാം. ഇവിടെ വരാനുള്ളവരെ വെയിറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. കുറച്ചു നേരം എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേ വേർത്ത് ഒഴുകുന്നുണ്ട്. നല്ല ചൂടാണ്. നോക്കാം പരിപാടി എന്താവുന്നുള്ളത്. ഓക്കേ, ഇതാണ് നമ്മുടെ ഫുഡിന്റെ സെറ്റപ്പ്. മേലെ കാറ്ററിംഗിൻ്റെത്. ഇവിടെ ഈ ഫുഡിന്റെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഫുഡ് ഐറ്റംസ് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് ഓരോന്ന് സെറ്റ് ചെയ്യണം. നേരെ പോയിട്ട് നമ്മളെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന മുന്നേ പഠിക്കുന്ന ആൾക്കാരാണോ? അല്ല പഠിത്തം കഴിഞ്ഞാണോ? പ്ലസ് ടു കഴിഞ്ഞിട്ടില്ല. പേരെങ്ങനെയായിരുന്നു? ഷാമിപ്പിന്റെ പേര്. കുറച്ചു പേരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ അവരൊക്കെ കുറച്ച് ഷൈ ആണ്, എന്തുകൊണ്ടാന്ന് അറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവര് പണിയിലേക്ക്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാഗ്യന്റെ കുറച്ച് റിലേറ്റീവ്സ് കൂടെ വന്നു. അങ്ങനെ അവർക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാറ്ററിംഗ് ബോയ്സ് അതൊക്കെ സെറ്റ് ആക്കിയിട്ട് സെർവ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനായി. ഇവര് വന്നു കഴിഞ്ഞാല് നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് വന്നപ്പോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അവരവിടെ കഴിഞ്ഞിട്ടില്ല. 5:15 ഞാൻ അവിടെ ട്രാഫിക് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു നേരത്തെ ഇറങ്ങിയ. അവിടെ ഇപ്പൊ ഉള്ള കസിൻസ്, പാപ്പനും കുറച്ച് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവരവിടെ നിർത്തിയിട്ട് ആരെങ്കിലും ഒക്കെ അവിടെ വീട്ടിൽ വേണല്ലോ. അപ്പൊ അവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇനിയിപ്പോ അവിടെ എത്തുമ്പത്തേ വെൽക്കം ഡ്രിങ്കിന്റെ ചെങ്ങനെ വിളിച്ച് പറഞ്ഞാല് ഒരു സെറ്റാക്കി അപ്പഴത്തേക്ക് ഓക്കെ ആക്കി പോയി വരാം. നമുക്ക് അവിടെ എത്തിയിട്ട് എന്തൊക്കെയാന്നുള്ള അവിടെ ചെന്നിട്ട് ഓക്കെ. ഭരത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോ ഭാഗ്യനും ഭരത്തിനൊക്കെ അവിടെ ഉള്ളവർക്ക് അത്യാവശ്യം പരിചയം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞിട്ടും പിന്നെ വീഡിയോസിലൂടെ കണ്ടിട്ടും കല്യാണത്തിന് കണ്ടവർക്കും ഒക്കെ അറിയാം. പിന്നെ പണമിടപാടിനല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ ബാങ്കിൽ. പിന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. വളരെ സൗമ്യമായി, വളരെ എന്താ പറയാ, ഇത്രയും പേഷ്യൻസോട് കൂടി സംസാരിക്കുന്ന ഒരു മാഡം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ഇന്നലെ ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞു 36. അങ്ങനെ ഓരോരുത്തരായി വന്നിട്ട് ഭാഗ്യൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. പിന്നെ എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പിന്നെ പേഷ്യൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ എനിക്കും കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റി. കുറച്ച് കാലമായിട്ടുള്ളൂ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഭയങ്കര പേഷ്യൻസ് ആണ്. അങ്ങനെ പിന്നെ അമ്മേൻ്റെ കാര്യങ്ങളും ഷെയർ ചെയ്തു. പിന്നെ മൊമെൻ്റൊക്കെ കൈമാറി. പിന്നെ നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ചു. ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചോ, ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. ഞാനും കാശിടപാടിനല്ലാതെ ആദ്യമായിട്ടാണ് ബാങ്കിൽ വരുന്നത്. ഭരത്തും ഭാഗ്യയും അച്ഛനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ്. പിന്നെ പൊന്നാടയൊക്കെ അണിയിപ്പിച്ചു. പിന്നെ മൊമെൻ്റ് കൊടുത്ത ശേഷം എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പം നമ്മളും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇറങ്ങാൻ നേരം അമ്മ അതിൽ സൈൻ ചെയ്യാൻ തന്നു, ലാസ്റ്റത്തെ സൈൻ. അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആ രജിസ്റ്ററൊക്കെ എടുത്ത് ലാസ്റ്റ് ദിവസത്തെ ഒപ്പൊക്കെ ഇട്ടു. അപ്പം അമ്മയ്ക്ക് ഒരുപാട് കണക്ഷൻസ്, മീൻസ് നമ്മളൊരു സ്ഥലത്ത് 35 വർഷം എന്ന് പറയുമ്പോൾ ഭയങ്കര ലാർജ് പീരീഡാണ്. അപ്പോൾ ഭയങ്കര ഒരു കണക്ഷൻ ഓരോ ബ്രാഞ്ചിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. സോ ഗൈസ്, ഇതാ നമ്മളിവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിക്കുകയാണ്. ഇവരെ ഫോളോ ചെയ്ത് പോവാ. 2 കാറുണ്ട്. അതിൽ അച്ഛനും അമ്മയും ഭരത്തും ഉണ്ട്. ഞങ്ങൾ 2 പേര് ഇതിലുണ്ട്. ബാക്കി എല്ലാവരും ഇത് അതുപോലെ ഫോളോ ചെയ്തിട്ട് പിന്നാലെ വരുന്നുണ്ട്. ചിലർ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. So guys, so happy and proud moment. മക്കൾക്ക് വേണ്ടി അമ്മ പ്രൗഡാവുന്ന പോലെ അമ്മയ്ക്ക് വേണ്ടി മക്കൾ പ്രൗഡാവുന്നത് ഒരു പ്രത്യേക രസമാണ്, ഒരു സുഖാണ്, സന്തോഷം, ഭയങ്കര സന്തോഷം. ബാക്കി സ്റ്റാഫുകളും എല്ലാരും പറയുന്ന അമ്മനെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഒരു പ്രൗഡ് മൊമെന്റ്. ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കായിരുന്നു. How was your feeling? എനിക്കത് തോന്നിയോണ്ട് ഞാനത് പറഞ്ഞത്. അപ്പോ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ. അതായത് വരിക, ഫുഡ് കഴിക്കുക. അവർക്ക് ഇപ്പൊ സ്റ്റാഫുകളൊക്കെ അങ്ങോട്ട് വരും, നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പൊ അങ്ങോട്ട് വരിക, ഫുഡ് കഴിക്കുക. തന്നെ വേറെ പരിപാടികളൊന്നുമില്ല.
അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പം ഭാഗ്യയുടെ റിലേറ്റീവ്സ് എല്ലാവരും അമ്മേനെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കായിരുന്നു. അങ്ങനെ ഭാഗ്യം നമ്മളെല്ലാവരും അമ്മേനെ സ്വീകരിക്കാൻ വേണ്ടി മുമ്പിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നെ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫും എല്ലാവരും കൂടെ നമ്മൊരു മണവാട്ടിപ്പെണ്ണിനെയൊക്കെ വീട്ടിലേക്ക് കയറ്റുന്ന മാതിരി ഒരു ചടങ്ങാണ് സംഭവം എന്നിട്ട് എല്ലാവരും നിന്നിട്ട് അതേ ഭാഗ്യം ഒരു ബൊക്കെയൊക്കെ കൊടുത്തിട്ട് അമ്മേനെ സ്വീകരിച്ചു. പിന്നെ അവിടുത്തെ പ്രൊഫഷണൽ അച്ഛൻ്റെ പണ്ടത്തെ കാലത്തുള്ള ഫോട്ടോഗ്രാഫറാണ് കുഞ്ഞുമോൻ. അച്ഛൻ്റെ കല്യാണത്തിന് ഫോട്ടോ എടുത്താൽ എന്നിട്ട് അച്ഛൻ ഇപ്പോഴും പുള്ളിനെ വിളിക്കുക. അങ്ങനെ പുള്ളിയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. അങ്ങനെ എല്ലാവരും ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് ആദ്യം വന്നു. പിന്നെ കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും സ്വീകരിച്ച് സെറ്റാക്കി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് മേലെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ടെറസിൽ. അങ്ങനെ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അമ്മയും അച്ഛനും ഭരത്തും ഫസ്റ്റ് ഇരുന്നു. നമ്മൾ രണ്ടുപേരും പിന്നെ ലാസ്റ്റിലേക്ക് ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അവരെ കൂടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ നേരത്ത് ബാങ്കിൽ നിന്ന് വന്ന എല്ലാവരും കൂടെ. പിന്നെ ഇവർ ലാസ്റ്റ് വന്ന രണ്ടുപേരാണ്. അങ്ങനെ അവരെ കൂടി ഇരുന്നു. നമ്മൾ അറ്റ് ലാസ്റ്റ് ഫുഡ് കഴിച്ചു. ഇവളുടെ അമ്മയുടെ ബാങ്കിൽ നിന്ന് വന്ന രണ്ട് സ്റ്റാഫ് കൂടെ അവരെ കൂടി ഇരുന്ന് കഴിച്ചു. ഇനിയിപ്പോ ഇവിടുന്ന് ക്ലിയർ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആദ്യന്റെ കല്യാണത്തിന്റെ തലേന്ന് പരിപാടിക്ക് പോകാം. അവിടെ പോയി ഫുഡൊന്നും കഴിക്കാം, ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് ഏതായാലും ഇവിടുത്തെ പരിപാടിക്ക് പോകാം. ഇളനീർ പായസം കഴിക്കാൻ നമുക്ക് പൊറോട്ട, നാൻ, പിന്നെ പനീർ ബട്ടർ മസാല, മന്തി എല്ലാം ഉണ്ട്. പിന്നെ ഇളനീർ പായസം നമുക്ക് ആദ്യം ചടി ഞങ്ങളെ ഒറ്റയ്ക്കാക്കിട്ട് ഇരുന്നു. അവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊരു പുരസ്കാരം, നല്ല ഭംഗിയില് ഈപ്പിയങ്ങാടി ബ്രാഞ്ചിന്റെ യൂണിയന്റെ അവിടുത്തെ ഇവര് മറ്റേ ഫാമിലി ആരോ വന്നു. അതിന്റെ ആ കുട്ടി കൊടുത്താ ഇത് കൊടുത്താ നെയ്ബർ കൊടുത്താ നമ്മളെ ഇത് ബാങ്കിൽ നിന്ന് കൊടുത്താ. ഇതും സാരി എന്ന് തോന്നുന്നു. ഞാനടക്കം 3 സാരി അടാം. പിന്നെ ഇതാ 2 ബൊക്ക. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഒരു കുത്തുവിളക്കുണ്ട്, അത് കാരണം വലിയൊരു വിളക്ക കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ഈ നാളെ നമ്മള് ഹാളിൽ വെച്ചിട്ട് ഇതിന്റെ ബാക്കി വരും. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നമ്മളിവിടെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ടൈമിൽ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇനി റിട്ടയർമെന്റ് ലൈഫിലേക്ക് വന്ന ആളാണ്. ശരി, ബൈ.